അഖിൽക്കുട്ടനാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂറോപ്പിൽ വന്നിട്ട് അവിടുത്തെ പർച്ചേസിങ് എങ്ങനെയാണ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് സാധനം പിടിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ യൂട്യൂബിലെ വീഡിയോ. സൂപ്പർ മാർക്കറ്റ് അല്ല, നമുക്ക് ഇതേ കണക്ക് സൂപ്പർ മാർക്കറ്റിന്റെ ചെറിയൊരു ഔട്ട്ലെറ്റുകൾ പുറത്തുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ചെറിയ കടകൾ കണക്കുള്ള അങ്ങനെ ഒരു സംഭവത്തിലോട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം, അവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 4 ഡിഗ്രി ആട്ടോ നമ്മൾ നടന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ നമ്മളൊന്ന് ക്രോസ് ചെയ്യാൻ അപ്പുറത്ത് ഇറങ്ങാൻ പോകാന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി ചവിട്ടി തരത്തില്ല. സീബ്ര ലൈനിൽ കൂടെ തന്നെ ഇറങ്ങുമെന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് വലിയ വണ്ടി വന്നാലും നമുക്കവിടെ അവർ നിർത്തി തരും. അപ്പോൾ നമ്മൾ വേണ്ട സീബ്ര ക്രോസിങ് ഇറങ്ങി അപ്പുറത്തേക്ക് ചെല്ലാൻ പോകാം. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ 2 കടയാണ്. വലിയ സൂപ്പർ മാർക്കറ്റ് ഇവർക്കുണ്ട്, എന്നാലും ഇങ്ങനെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട നമുക്ക് നോക്കണം, അവിടെ നിന്ന് കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ താണ്ട ഈ ഒരു സീബ്ര ക്രോസിംഗ് കൂടി ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ വണ്ടി നിർത്തിയിരുന്ന രംഗം നിങ്ങൾ കാണിക്കുക, ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. വണ്ടി അവിടെ നിന്ന് വരുക, ആ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ആ വണ്ടി ഇവിടെ നിർത്തി തരും. ആ വണ്ടിയും നമുക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ആ വണ്ടി കണ്ടോ, അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിർത്തിയിട്ടുണ്ട് വണ്ടിയാന്ന് തോന്നുന്നത്, ബെൽഗ്രേഡ് അങ്ങനെ എന്തോ സംഭവം. 2 വണ്ടി നമുക്ക് വേണ്ടി നിർത്തുന്നവരുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. എത്ര സ്പീഡ് വന്നാലും അവർ വണ്ടി നമുക്ക് വേണ്ടി ചവിട്ടി തരും. ആ വണ്ടി നല്ല രീതിയിൽ ചവിട്ടി തന്നു. ആ 2 വണ്ടി നല്ല സ്പീഡിൽ വന്നത്, പെട്ടെന്ന് അവർ നമ്മളെ കണ്ടുകൊണ്ട് ചവിട്ടി തന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ കട. ഇത് ഇവിടുത്തെ കട ഒരു ഷോപ്പാങ്കോ എന്നാണ്. അപ്പം ഇത് മാക്സി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിന്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഇവിടെ കയറുന്നത് നമുക്ക് അപ്പുറത്ത് ആദ്യം അവിടെ കയറി ഇട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അപ്പുറത്തെ കടയിൽ നിന്ന് കയറാം. ഇതിവിടെ നമ്മൾ നോർമൽ ഒരു ഷോപ്പാണ്. നമ്മുടെ നാട്ടുമ്പുറത്ത് നടക്കുന്ന ചെറിയ ഷോപ്പാണ്. പക്ഷേ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ മുമ്പ് വെച്ചിരിക്കുന്നത് മദ്യക്കുപ്പികളാണ്. പെപ്സിക്ക് പെപ്സി ഉണ്ട്, കോളയ്ക്ക് കോളയുണ്ട്, ബിയറിന് ബിയറുണ്ട്. കണ്ട എല്ലാം ഇവിടെ ഉണ്ട്. കഥ പറഞ്ഞ ഉള്ളിലേക്ക് കയറുക, നമുക്ക് ഇച്ചിരി ചൂട് കിട്ടുന്നത് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു ഹീറ്റർ ഉണ്ടായിട്ട് കുറച്ച് ചൂട് കിട്ടും. കടയ്ക്ക് ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ കടയിലേക്കുള്ള കണക്കാണ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സൺഡേ പോകും. അപ്പം സൺഫ്ലവർ ഓയിൽ അതിൻ്റെ വീഡിയോ നമ്മൾ അന്നത്തെ ഇതൊരു കുക്കിംഗ് കഴിഞ്ഞൊരു വ്ളോഗാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് വലിയ വ്ളോഗുകളും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുക്കാൻ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ മേടിക്കാൻ വന്നതാണ്. കാര്യം പാചകം ചെയ്യാനായിട്ട് എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ എണ്ണ എടുത്തിട്ടുണ്ട്, അഭിഷേകം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അഭിഷേകം എണ്ണ മെയിനായിട്ട് സൺഫ്ലവർ ഓയിലാണ്. അപ്പം എടുത്തേക്ക് നമ്മൾ നാട്ടിൻപുറത്ത് കിട്ടുന്ന നടക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ ഇവിടെ കിട്ടത്തില്ല. സൺഫ്ലവർ ഓയിൽ എല്ലാവർക്കും ബ്രെഡാണ് മെയിൻ സാധനം. ബ്രെഡ്. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം മേടിക്കാൻ നിൽക്കുകയാണ്. അവിടെ ആരൊക്കെ വന്ന് സാധനം മേടിക്കുന്നുണ്ട്. ഇവിടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. അവിടെ കാലിയായി, ഇവിടെ ഫുള്ളാണ്. ഇത് മിനി ചെറിയ കടയാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഷോപ്പാണത്. തൊട്ടപ്പുറത്ത് കട കണക്കന്നെ കുപ്പിഗിരി നണ്ടാ ഗൈസ് മോഡല്. ഏത് കടയിലും കുപ്പി കിട്ടും. നമ്മൾ നാട്ടിൽ കുപ്പി എടുക്കാൻ പോയി ക്യൂ നിന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മേടിക്കുക, അതാണ് സെറ്റപ്പ്. എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു, കാശ് കൊടുത്തു. അതൊക്കെ മേടിച്ചു നമ്മൾ പോവാണ്. ചാവോ. ഓക്കെ, അവർ നമ്മളുടെ ഒരു സ്നേഹവും എല്ലാം ഉണ്ട്. സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സാണ്. ഓക്കെ, പക്ഷേ ഇത് തണുപ്പിലേക്ക് പോവാം. ഇത് തണുപ്പാണ്, പുറത്തിറങ്ങിയ തണുപ്പാണ്. അതുകൊണ്ടാ കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. അതിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇത് മറ്റേ കടയോടെ കയറുന്നുണ്ടോ? നമുക്ക് ഇതിനകത്ത് മേടിക്കാനൊന്നുമില്ല. മേടിക്കാന്ന് ജസ്റ്റ് ഒന്ന് കയറി കറങ്ങിയിട്ട് വരാം. അപ്പോഴത്തേക്ക് ഒരു ചീത്ത വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഒന്നും മേടിക്കായിരുന്നു കഴിഞ്ഞാൽ പറയത്തൊന്നുമില്ല. ഒരു 2 അതിഥികൾ ഇരിപ്പുണ്ട്. ജിങ്കു മിങ്കു ജിങ്കു. ഓക്കെ, നമുക്കത് ഇടാം. ആവശ്യം വന്നോ, തുറന്നോ.
കയറി നോക്കിയിട്ട് പോവാം. കയറി സാധനം നോക്കട്ടെ കേട്ടോ, ഒന്നും വെടിയൊന്നുമില്ല. അപ്പുറത്തെ കടയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് പൈനാപ്പിളൊക്കെ ഇരിപ്പുണ്ട്. പൈനാപ്പിളൊക്കെ റേറ്റ് നോക്കുമ്പോഴത്തേക്ക് 261 രൂപ ഒരു പൈനാപ്പിൾ 1 കിലോ റേറ്റ് വരുന്നത്. എല്ലാ ഇത് നമ്മളെ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. അപ്പം ഇതൊന്നും ഐസ്ക്രീം അങ്ങനല്ല, തൈര് അങ്ങനല്ലല്ലോ. ഇതാണ്ട് ചിക്കൻ്റെ കാണിച്ചു വിട്രെ. ചിക്കൻ ഐറ്റംസ് അല്ലേ? ഇതാണ്ട് ചിക്കനാണ്. ചിക്കൻ ചിക്കി വെച്ചേക്കാണ് മാഗി കണക്ക്. ഇത് പോർക്കുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ബ്രെഡ് അവിടെ ഏറ്റവും വലിയ കേട്ടോ. ബ്രെഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പുറത്തുണ്ട്, അപ്പുറത്ത് റാക്ക് ഇതായിരുന്നു, കാലിയായിരുന്നു. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഓരോന്നും ഓരോ സെക്ഷനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും പ്രധാനം കുപ്പിക്ക് കുപ്പി എല്ലായിടും ഉണ്ട്. കൊക്കക്കോളയ്ക്ക് കൊക്കക്കോള, ബിയറിന് ബിയർ ഇല്ലേ? ലിക്കർ ഇല്ലേടാ? അത് ലിക്കർ ഇതിനകത്ത് ഫ്രീസറിനകത്താണ്. ലിക്കർ പ്രത്യേകമാവും. ലിക്കറിലല്ല, ലിക്കർ ഉണ്ട്. അതാണ്ട് ലിക്കറാണ് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഷോപ്പ്. സൂപ്പർ മാർക്കറ്റ് ഇതിലും വലുതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നും മേടിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ കണ്ട ചെറിയൊരു ബിസ്ക്കറ്റ് ഇവിടെ മേടിച്ചിട്ടുണ്ട്. മാക്സി ഷോ. ഓക്കെ, അണീര് ബിസ്ക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബില്ല് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മൾ കണ്ട ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനൊക്കെയുള്ള വീഡിയോ നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരേക്കും വണക്കം.